ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവൻ കേശസ് വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചില കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എല്ലാ വീടുകളിലും നല്ല ശരിക്കും തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ കിഴങ്ങ് കറിയും പിന്നെ അപ്പമാണ് ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ കിഴങ്ങൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു, അടുത്ത് ഉള്ളി എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ കട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല. കട്ടൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കട്ടനൊക്കെ തിളച്ച് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, മക്കൾ ഉറക്കമാണ്. ഇപ്പം സമയം 7 ആയിട്ടുണ്ട്. അപ്പോൾ അവർ എണീറ്റില്ല, ഇന്നലെ ഉറങ്ങിയപ്പോഴും താമസിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 8 മണിയൊക്കെ ആയിട്ട് പോയി വിളിക്കാമെന്ന്. അപ്പം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കുക്കറിൽ തന്നെയാണ് എല്ലാം കടുക് വറുക്കുന്നത്, എല്ലാം കൂടെ ഇട്ട് ഒത്താണ് വയ്ക്കുന്നത് കേട്ടോ. കിഴങ്ങ് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലയും ഒക്കെ ഇട്ട് ഞാൻ എല്ലാം ഒത്തിട്ടാണ് ഞാൻ വയ്ക്കാറ്. പിന്നെ ഇത് വിസിൽ കേട്ടതിന് ശേഷം ആണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞങ്ങൾ അടുപ്പത്ത് വെച്ചാൽ മതി. 3 വിസിൽ കേട്ട് ഓഫ് ചെയ്യും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ എളുപ്പത്തിന് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുക്കറാണല്ലോ എളുപ്പം. അപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഞാൻ അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പാല് വരുമ്പോഴത്തേക്കും 7:15 ആവും കേട്ടോ. ഞാൻ പാലെടുക്കാൻ പോയിരുന്നു, പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് പാല് അടുപ്പത്ത് വെച്ചു. പാല് ലെമൺ ചെയ്ത് പാല് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. പാല് ഞാൻ ഇവിടെ ആരും അങ്ങനെ ചായ കുടിക്കും, പക്ഷെ വൈകുന്നേരത്ത് മാത്രമേ കുടിക്കാറുള്ളൂ. മോൾക്ക് കട്ടനാണ് ഇഷ്ടം കേട്ടോ. മോള് കട്ടൻ കുടിക്കാറുണ്ട്, മോനും ചായ കുടിക്കും. പിന്നെ അതും വൈകുന്നേരം മാത്രമേ ഉള്ളൂ. രാവിലെ പാലാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചായക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടി അവനുള്ള പാല് മാറ്റി വെച്ചിട്ട് ചായ ഇടും കേട്ടോ. ഇത് ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ചക്കയാണ്. അപ്പോൾ അതും കൂടെ ഇന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എല്ലാ മിക്കവാറും ജോലികളും ഞാൻ രാവിലെ തന്നെ തീക്കും. 10-10:30 തീക്കും കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് കായിരിക്കുന്നുണ്ടോ, അത് ഇന്നലെ ഞങ്ങളെ പറമ്പിലുണ്ടായ കായാണ്. അപ്പോൾ അത് കുറേ ഞങ്ങൾ അങ്ങ് കൊടുത്തിട്ട് അവിടെ അടുത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ കൊടുത്തിട്ട് ബാക്കി ഒരു പടല മാത്രമേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നുള്ളൂ. രാവിലെ എനിക്ക് കട്ടൻ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടൻ കുടിക്കാമെന്ന്. അങ്ങനെ കുറച്ച് കട്ടൻ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ജോലിക്കിടയിൽ ഒരു ആശ്വാസം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഒരു എനർജി വരുമല്ലോ. പിന്നെ ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ച് ഞാൻ ചക്ക എരിശ്ശേരിയാണ് വയ്ക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇളക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കാറുള്ളൂ. ഇവിടെ പിന്നെ എരിശ്ശേരിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടുതൽ എരിശ്ശേരിയാണ് വയ്ക്കുന്നത്. പിന്നെ മക്കൾ എണീറ്റിട്ട് മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ മോള് രാവിലെ എണീറ്റിട്ട് വന്ന് 6:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ. എണീറ്റിട്ട് വന്ന് അവൾ ഇവിടെ ദിവാങ്കോട്ടിൻ്റെ പുറത്ത് വന്ന് കിടന്ന് അങ്ങ് ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇത് എൻ്റെ മോൻ സ്ലോ മോഷനിൽ എടുത്തതാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു, അവൾ ഓടുന്നത്. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അപ്പവും കിഴങ്ങ് കറിയാണ്. അപ്പോൾ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാം വളരെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. രാവിലത്തെ ധൃതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇത്രയും അല്ലെങ്കിൽ രാവിലെ ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേൽക്കാറുള്ളൂ. അപ്പോൾ രാവിലെ രാത്രി ഉറങ്ങുമ്പോൾ മക്കളൊക്കെ ഉറങ്ങുമ്പോൾ താമസിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത്.
പിന്നെ മോളെ ഇതാ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു. കുളിപ്പിച്ചിട്ട് അവൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ അതാ തലമുടിയെ കെട്ടുന്നത്. ഇവൾക്ക് ചേട്ടൻ കുറിയിട്ട് കൊടുത്തതാണ് കേട്ടോ ഇടയ്ക്ക് കാണിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും 2 പേർക്കും ഇട്ട് കൊടുക്കാറുണ്ട്. മോന്ത ഒരുങ്ങി നിൽപ്പുണ്ട്. 2 പേർക്കും കുറിയിട്ട് കൊടുക്കും. പൂജാമുറിയിലൊക്കെ തൊഴുതിട്ട് വിളക്കെത്തിച്ച് തൊഴുതിട്ടൊക്കെ വന്ന് കുറിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പം കുറിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കാണാൻ ഒരു ഭംഗിയുണ്ട്, ഐശ്വര്യമല്ലേ ഇത്. അതുകൊണ്ട് ചേട്ടൻ കുറിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ തലമുടിയൊക്കെ കെട്ടി ഇവളുടെ മുടി എത്ര കെട്ടിയാലും മോളുടെ മുടി ഇരിക്കത്തില്ല കേട്ടോ. അത് എപ്പോഴും ഇളകി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഈ കോലം ആയിരിക്കില്ല. അപ്പം രാവിലെ ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടിയാലും അവൾക്ക് പിന്നെ അതങ്ങനെ ഇരിക്കാറില്ല. അവളെ മുടി ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ അതായത് ഒരു പോവാനൊക്കെ ഇറങ്ങി, ഞാൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ടിഫിൻ ബോക്സ് എടുക്കുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇതാ കാപ്പി കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ അവർക്ക് മോന് കിഴങ്ങറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഇത് വച്ചത്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അവന് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി സമാധാനമായിട്ട് ഇനി കുറച്ച് തൂക്കാനും 2 പാത്രങ്ങൾ കിടപ്പുണ്ട് കഴുകാൻ, അതും കൂടെ കഴുകാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. തൂത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.